വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. സൈലം ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ശ്രുതി ടീച്ചറാണ്. അപ്പോൾ എന്റെ മക്കളോട് ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ് ടീച്ചർ വന്നിരിക്കുന്നത്. അതിനു മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടോ? ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അതുപോലെ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ഇതുവരെ ജോയിൻ ചെയ്യാത്തവർ എന്ത് ചെയ്യണം? നമ്മുടെ കമന്റ് ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതിലൊരു ലിങ്ക് ഉണ്ടാവും. അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം കേട്ടോ. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാം. നമ്മുടെ ലൈവ് ക്ലാസിന്റെ നോട്ട്സ് ഒക്കെ ഡയറക്റ്റ് നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോ ഇന്ന് നമ്മൾ ഒരിക്കലും മറക്കാത്ത ഒരു പേര്, മറക്കാൻ പാടില്ലാത്ത ഒരു പേരാണ് ഡോക്ടർ APJ അബ്ദുൽ കലാം. ഡോക്ടർ APJ അബ്ദുൽ കലാം, അബുൽ പക്കീർ ജൈനുലബ്ദീൻ അബ്ദുൽ കലാം എന്ന APJ ആരായിരുന്നു? അദ്ദേഹത്തെ കുറിച്ച് നമുക്കൊന്ന് അറിഞ്ഞു നോക്കിയാലോ? ജീവചരിത്രക്കുറിപ്പ് എഴുതുക, അല്ലെങ്കിൽ മറ്റ് സ്കൂൾ പരീക്ഷയ്ക്ക് അല്ലാതെ തന്നെ മത്സര പരീക്ഷകളിലൊക്കെ നിങ്ങളുടെ ക്വിസ് കോമ്പറ്റീഷനൊക്കെ ഒരു പ്രധാനപ്പെട്ട ഒരു പേരാണ് നമ്മുടെ APJയുടെ പേര്. അതുകൊണ്ട് അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ ഒന്ന് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് അല്ലേ. ഇന്ത്യയുടെ 11ാമത്തെ രാഷ്ട്രപതിയായിരുന്നു അബുൽ പക്കീർ ജൈനുലബ്ദീൻ അബ്ദുൽ കലാം എന്ന ഡോക്ടർ APJ അബ്ദുൽ കലാം. ഒരു ചോദ്യം ഇവിടെ പ്രതീക്ഷിക്കാം. APJ അബ്ദുൽ കലാമിന്റെ മുഴുവൻ പേര് എന്തായിരുന്നു? അബുൽ പക്കീർ ജൈനുലബ്ദീൻ അബ്ദുൽ കലാം അല്ലെ, ഡോക്ടർ APJ അബ്ദുൽ കലാം. പ്രശസ്തനായ മിസൈൽ സാങ്കേതിക വിദ്യാവിദഗ്ധനും എഞ്ചിനീയറുമായിരുന്നു ആര്? ഇദ്ദേഹം 1931 ഒക്ടോബർ 15 തമിഴ്നാട്ടിലെ രാമേശ്വരത്താണ് ആര് ജനിച്ചത്? APJ അബ്ദുൽ കലാം. ഇദ്ദേഹം രാമേശ്വരത്തെ, തമിഴ്നാട്ടിലെ രാമേശ്വരത്തെ ഒരു സാധാരണ കുടുംബത്തിലായിരുന്നു ജനിച്ചത്. പത്രം വിറ്റായിരുന്നു ഇദ്ദേഹം പഠിച്ചത്. അങ്ങനെ ഒരു വെറും സാധാരണക്കാരായ ഒരു അച്ഛന്റെയും അമ്മയുടെയും മകനായിരുന്നു ആര്? നമ്മുടെ APJ അബ്ദുൽ കലാം. എന്നിട്ടോ അദ്ദേഹം ഏത് നിലയിലാണ് എത്തിയത്? നമുക്ക് നോക്കാം അല്ലെ. ബഹിരാകാശ എഞ്ചിനീയറിംഗ് പഠനത്തിന് ശേഷം പ്രതിരോധ ഗവേഷണ വികസന കേന്ദ്രം, ISRO തുടങ്ങിയ ഗവേഷണ സ്ഥാപനങ്ങളിൽ ഉന്നത സ്ഥാനങ്ങൾ വഹിച്ചിരുന്നു. ഇത്രയും എന്താണ് പറയുക, ദേശീയ തലത്തിലുള്ള സ്ഥാപനങ്ങളിലൊക്കെ, ISRO പോലുള്ള സ്ഥാപനങ്ങളിലൊക്കെ ഉന്നത സ്ഥാനം വഹിക്കാൻ ആർക്ക് കഴിഞ്ഞിട്ടുണ്ട്? APJ അബ്ദുൽ കലാമിന് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഓർക്കണം, വെറും സാധാരണക്കാരനായ ഒരു ആളായിരുന്നു, ഒരു വ്യക്തിയായിരുന്നു ആര്? APJ അബ്ദുൽ കലാം. എന്നിട്ടും അദ്ദേഹം എത്തി നിൽക്കുന്നത് എവിടെയാണെന്ന് നമ്മൾ നോക്കേണ്ടതുണ്ട്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിളിന്റെയും ബാലിസ്റ്റിക് മിസൈലിന്റെയും വികസനത്തിനും ഏകോപനത്തിനും മറ്റും അബ്ദുൽ കലാം വിലപ്പെട്ട സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അദ്ദേഹം ഒരു സയന്റിസ്റ്റ് ആയിരുന്നു അല്ലെ. അതുകൂടാതെ ആരും കൂടിയായിരുന്നു? നമ്മുടെ രാഷ്ട്രപതി കൂടിയായിരുന്നു. മിസൈൽ സാങ്കേതിക വിദ്യയിൽ അദ്ദേഹത്തിന്റെ സംഭാവനകൾ കണക്കിലെടുത്ത് ഇന്ത്യയുടെ മിസൈൽ മനുഷ്യൻ എന്ന് കലാമിനെ വിശേഷിപ്പിക്കാറുണ്ട്. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ മിസൈൽ മാൻ അല്ലെ, മിസൈൽ മനുഷ്യൻ എന്ന് കലാമിനെ വിശേഷിപ്പിക്കാറുണ്ട്. അപ്പോൾ മിസൈൽ മനുഷ്യൻ അല്ലെങ്കിൽ മിസൈൽ മാൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ് എന്ന് ചോദിച്ചാലും അതിനുള്ള ഉത്തരം ഡോക്ടർ APJ അബ്ദുൽ കലാം എന്ന് തന്നെയാണ്. 30ഓളം സർവകലാശാലകളിൽ നിന്നും അദ്ദേഹത്തിന് ഓണററി ഡോക്ടറേറ്റ് ലഭിച്ചിട്ടുണ്ട്. ഭാരത സർക്കാർ രാജ്യത്തെ പരമോന്നത സിവിലിയൻ ബഹുമതികൾ നൽകിയും ഡോക്ടർ കലാമിനെ ആദരിച്ചിരുന്നു. 1981 പത്മഭൂഷൺ, 1990 പത്മവിഭൂഷൺ, 1997 ഭാരതരത്നം എന്നീ ബഹുമതികളാണ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത്. അഗ്നിച്ചിറകുകൾ, വിങ്സ് ഓഫ് ഫയർ അദ്ദേഹത്തിന്റെ ആത്മകഥയാണ്. ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ആത്മകഥയുടെ പേരെന്താണ് എന്ന് ചോദിച്ചാൽ വിങ്സ് ഓഫ് ഫയർ, അഗ്നിച്ചിറകുകളാണ്. 2015 ജൂലൈ 27 അദ്ദേഹം അന്തരിച്ചത്. അഗ്നിച്ചിറകുകൾ നിങ്ങൾ എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് കേട്ടോ. അദ്ദേഹത്തിന്റെ വളരെ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു ലൈഫ് ജേർണി നിങ്ങൾക്ക് അതിൽ നിന്നും കാണാൻ പറ്റും. വളരെ നല്ല ഒരു ഊർജം നമുക്ക് അതിൽ നിന്നും ലഭിക്കുന്നതാണ് കേട്ടോ. അപ്പൊ വിങ്സ് ഓഫ് ഫയർ അല്ലെങ്കിൽ അഗ്നിച്ചിറകുകൾ, അതാണ് അദ്ദേഹത്തിന്റെ ആത്മകഥ. എല്ലാവരും വായിക്കണം കേട്ടോ. ഇനി അദ്ദേഹം പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് അദ്ദേഹം തന്ന കുറെ സന്ദേശങ്ങളുണ്ട്. ഇത് ആരുടെ വാക്കുകളാണ് എന്നൊക്കെ പലപ്പോഴും പരീക്ഷയ്ക്കും മറ്റ് പലയിടങ്ങളിലും നിങ്ങൾക്ക് ഇത് ആവശ്യമായിട്ട് വരും. എന്താണ്? ഒരു സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അത് സ്വപ്നം കാണാൻ കഴിയണം.
അതായത് നിങ്ങൾ പഠിച്ച് ആരാവണം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സ്വപ്നമുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം, അതായി തീരുന്നതിന് മുൻപേ നിങ്ങൾ അത് സ്വപ്നം കണ്ടു തുടങ്ങണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നമുക്ക് നമ്മുടെ ഇന്നുകളെ ബലി കൊടുക്കാം, നമ്മുടെ കുട്ടികളുടെ നല്ല നാളുകൾക്കായി. നമ്മുടെ ഇന്നുകളെ എന്ത് ചെയ്യാം, ഇല്ലാതായാലും നമ്മുടെ കുട്ടികൾക്ക് ഒരു നല്ല നാളെ ഉണ്ടാകണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കുട്ടികളെ വലിയ ഇഷ്ടമായിരുന്നു കേട്ടോ. അതുപോലെ വളരെ പ്രശസ്തമായ അദ്ദേഹത്തിന്റെ ഒരു മഹത് വചനമാണ്, ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നം, നമ്മുടെ ഉറക്കം നഷ്ടപ്പെടുത്തുന്നതാണ് യഥാർത്ഥ സ്വപ്നമെന്ന്. ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നം, നമ്മുടെ ഉറക്കം നഷ്ടപ്പെടുത്തുന്നതാണ് യഥാർത്ഥ സ്വപ്നം. ഉറക്കത്തിൽ കാണുന്നതല്ല, നമ്മുടെ ഉറക്കം നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ളതാവണം എന്ത് യഥാർത്ഥ സ്വപ്നം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഒരു ആഗ്രഹം അത്രയ്ക്കും തീവ്രമാണെങ്കിൽ നമ്മുടെ ഊണിലും ഉറക്കിലും എപ്പോഴും ആ ഒരു ചിന്തയായിരിക്കണം, ആ ലക്ഷ്യത്തിലേക്കുള്ള ഒരു പ്രയാണത്തിലായിരിക്കണം നമ്മൾ, അല്ലെങ്കിൽ ആ ലക്ഷ്യത്തിൽ എത്താൻ വേണ്ടിയിട്ടുള്ള കഠിന ശ്രമത്തിലായിരിക്കണം നമ്മൾ എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ APJ അബ്ദുൽ കലാം, അബുൽ പക്കീർ ജനൽ ഒബ്ദീൻ അബ്ദുൽ കലാം എന്ന APJ കുറിച്ച് നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞു. മറന്നു പോകരുത്. അദ്ദേഹം ആരായിരുന്നു? നമ്മുടെ ഇന്ത്യയുടെ 11ാമത്തെ രാഷ്ട്രപതി ആയിരുന്നു. അതുകൂടാതെ എന്തായിരുന്നു, അറിയപ്പെടുന്ന ഒരു ബഹിരാകാശ ശാസ്ത്രജ്ഞൻ കൂടിയായിരുന്നു അദ്ദേഹം, അല്ലെ? അപ്പോ നമ്മള് ഇത്രയും അറിഞ്ഞിരിക്കുക. അപ്പോ മറ്റൊരു ഉപകാരപ്രദമായ വീഡിയോ ആയിട്ട്, ക്ലാസ്സുമായിട്ട് ടീച്ചർ അടുത്ത ക്ലാസ്സിലേക്ക് വരാം. അതുവരേക്കും ബൈ.